മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നീടുമാവരണമാം തിര നീക്കിടുന്നു. പിന്നീടു കാണുമറിവും പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോലറിവു കാണുകയില്ല താനേ. മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നീടുമാവരണമാം തിര നീക്കിടുന്നു. പിന്നീടു കാണും അറിവും പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോലറിവു കാണുകയില്ല താനേ. ഇവിടെ നമ്മൾ വിഷയജ്ഞാന പ്രക്രിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ശ്ലോകം പഠിക്കാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാനൊരു വിഷയത്തെ അറിയുന്നു, ഈ പുസ്തകത്തെ ഞാൻ കാണുന്നു, അല്ലെങ്കിൽ ഈ മൈക്രോഫോൺ ഞാൻ കാണുന്നു, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു സെക്കൻഡിൻ്റെ 10,000-ലൊരംശം സമയം കൊണ്ട് സാധിക്കുന്ന പ്രക്രിയയാണ്. ഒരു സെക്കൻഡിൻ്റെ 1000-ലൊരംശം കൊണ്ട് സാധിക്കുന്ന പ്രക്രിയയാണ്. പക്ഷേ അതിനെ അപഗ്രഥിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ അറിവുണ്ടായത് എന്നുള്ളതിന് വിവിധ ശാസ്ത്രങ്ങളിൽ വിവിധ പ്രകാരം അപഗ്രഥിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഭൗതികമായ ശാസ്ത്ര രീതിയിൽ എങ്ങനെയൊക്കെയാ പറയുക, നമ്മൾ സാധാരണ 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലൊക്കെ ചിത്രം വരച്ച് പഠിക്കുന്നുണ്ട്, കാണുന്നതൊക്കെ. അത് ആ വിഷയത്തിലുള്ളതായ പ്രകാശം വന്ന് കണ്ണ് പതിച്ച് അത് ലെൻസ് വഴി തലകീഴാക്കപ്പെട്ട് ഇപ്പോഴത്തെ റെറ്റിനയിൽ സ്ക്രീനിൽ പതിച്ച് ആ സ്ക്രീനിൽ പതിച്ചതിനെ അനേക ലക്ഷം നാഡികൾ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോയി അതിനെ ക്രമീകരിച്ച് തിരിച്ച് മനസ്സിലാക്കുകയാണ് മസ്തിഷ്കത്തിൽ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ മസ്തിഷ്കം എന്നുള്ളതൊരു ഉപാധി മാത്രമാണ്. അതിസങ്കീർണമായ പ്രക്രിയയിലൂടെയാണ് അറിയുക എന്നുള്ളത്. അതിസങ്കീർണമായ പ്രക്രിയ. ഈ പ്രക്രിയയെ വേദാന്തശാസ്ത്രം ഉപദേശിക്കുന്നത് വൃത്തിവ്യാപ്തി എന്നും ഫലവ്യാപ്തി എന്നും രണ്ട് പ്രക്രിയകൾ ഒന്നിച്ച് സംഭവിച്ചിട്ടാണ് വിഷയജ്ഞാനം ഉണ്ടാകുന്നത്. അവിടെ വേദാന്തം പറയുന്നത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് കുറച്ചൊരു വിഷമമുണ്ടാവും. കാരണം അവിടെ വിഷയഗതമായ ചൈതന്യം കണ്ണിലേക്ക് എത്തുന്നു എന്നുള്ളതിനെ ഞാനാകുന്ന ചിതാഭാസൻ കണ്ണിലൂടെ പോയിട്ട് അതിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയും. അത് സ്ഥൂലമായി നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ളത്. ഞാനാകുന്ന ചിതാഭാസൻ പോയി ആ വസ്തുവെ പ്രകാശിപ്പിക്കുന്നു. അപ്പം ഇവിടെ എന്തൊക്കെ നടന്നു? ആ വസ്തുവിൻ്റെ ആകാരത എൻ്റെ അന്ധഃകരണത്തിൽ പതിഞ്ഞു. അപ്പം അന്ധഃകരണത്തിൽ വിഷയാകാര പരിണാമമുണ്ടായി. ഇങ്ങനെ അന്ധഃകരണത്തിൽ വിഷയാകാര പരിണാമം ഉണ്ടാകുന്നത് വൃത്തിവ്യാപ്തിയാണ്. ആ ഉണ്ടായ അന്ധഃകരണത്തിലുണ്ടായ വിഷയാകാരത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഈ രണ്ട് പ്രക്രിയ നടന്നപ്പോഴാണ് ഇത് മൈക്രോഫോൺ, അല്ലെങ്കിൽ ഇത് മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ഇത് പുസ്തകം എന്നറിയുന്നത്. അപ്പൊ ഇവിടെ ഞാനാകുന്ന ചിതാഭാസൻ പോണം. ചിതാഭാസൻ എന്ന് പറഞ്ഞാൽ ചിത്തത്തിലുള്ള
ചിത്തിൻ്റെ ആഭാസം, പ്രതിബിംബം. അതാണ് ചിതാഭാസം. ചിതാഭാസനാണ് ജീവൻ. ഞാൻ 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 എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ചിതാഭാസനെയാണ് അർത്ഥമാക്കുന്നത്. എന്താണ് ചിതാഭാസന്റെ പാരമാർത്ഥിക സ്വരൂപം എന്ന് അന്വേഷിക്കുമ്പോൾ അത് കേവലം ചിത് സ്വരൂപമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഒരു വിഷയത്തെ ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ഞാനാകുന്ന ചൈതന്യ സ്വരൂപൻ, ഇവിടെ ചിതാഭാസൻ പോയിട്ട് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ആ പ്രകാശിപ്പിക്കുന്നത് പുറമേയുള്ള വിഷയത്തെയാണോ അകത്തുള്ള വിഷയത്തെയാണോ എന്ന് ചോദിച്ചാൽ പുറത്തേയുള്ള വിഷയത്തിന്റെ അപേക്ഷയിലാണല്ലോ അകത്തുള്ളത് ഉണ്ടായത്. അകത്തുള്ളത് ഉണ്ടാവണമെങ്കിൽ അവൻ പുറത്ത് പ്രകാശിപ്പിച്ചു, അകത്ത് പ്രകാശിപ്പിച്ചു എന്നുള്ള വ്യത്യാസം വേണ്ടല്ലോ. വിഷയത്തെ പ്രകാശിപ്പിക്കണമല്ലോ. വിഷയത്തെ പ്രകാശിപ്പിക്കണമല്ലോ. അപ്പൊ ഈ വിഷയത്തെ ആര് പ്രകാശിപ്പിച്ചു? ഞാൻ പ്രകാശിപ്പിച്ചു. അപ്പൊ ഞാനാകുന്ന ചിതാഭാസൻ വിഷയം പ്രതി മുന്നിൽ നിന്നീടും ആവരണമാം തിര നീക്കിയിടുന്നു. ആ വിഷയസംബന്ധിയായുള്ള ആവരണമാം തിര. തിര എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്, കടലിലത്തെ തിരയല്ല. ആ തിരയല്ല ഈ തിര. പിന്നെ ഈ തിര ഏതാ? തിരശീല എന്നൊക്കെ പറയാറുണ്ട്. തിരശീല. തിരശീല എന്ന് പറഞ്ഞാൽ എന്താണ്? മറയ്ക്കുന്ന ശീലയാണ്, അല്ലാണ്ട് സിനിമാ ഹാളത്തെ ശീലയല്ല. കഥകളിയിലായാലും കൂടിയാട്ടത്തിലായാലും കൃഷ്ണനാട്ടത്തിലായാലും ഒക്കെ നമ്മൾ തിരശീല ഉപയോഗിക്കുന്നുണ്ട്. അതിലാണ് തിരശീല ഉപയോഗിക്കുന്നത്. ആ തിരശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അവിടെ മറ്റ് വന്ദനങ്ങളും ചില പ്രാഥമികങ്ങളായ നടനങ്ങളും ചെയ്ത ശേഷമേ ആ ശീല അഴിക്കുന്നുള്ളൂ, നീക്കുന്നുള്ളൂ. അപ്പൊ അവിടെ സ്ഥിര എന്ന് പറയുമ്പോൾ മറയ്ക്കുന്നതാണ്. അപ്പോൾ ഒരു വിഷയജ്ഞാനത്തിന് തടസ്സമാകുന്നതായ തിര, ആവരണം. ഈ ആവരണത്തെ നീക്കുന്നു ആര്? ഞാൻ നീക്കി. അങ്ങനെ ആവരണത്തെ നീക്കുന്നതിന് എനിക്ക് ഇന്ദ്രിയ സഹായം വേണം, മനസ്സിന്റെ സഹായം വേണം, ബുദ്ധിയുടെ സഹായം വേണം, ഒക്കെ വേണം. പക്ഷെ ഞാനാണ് നീക്കുന്നത്, ഞാനാണ് അറിയുന്നത്. അത് ശ്രദ്ധിക്കുക. പിന്നീട് കാണും അറിവും പ്രഭതന്റെ പിൻപോയി. പിന്നീട് കാണും ആര്? അറിവും. എൻ്റെ സ്വരൂപം അറിവാണ്, അറിവാകുന്ന സ്വരൂപം. എൻ്റെ അറിവാകുന്ന സ്വരൂപം പിന്നീട് കാണും. എങ്ങനെയാ കാണുന്നത്? പ്രഭ തൻ്റെ പിൻപോയി. വിഷയജ്ഞാനത്തിൻ്റെ ആ വിഷയാകാരതയെ ഈ ഞാനാകുന്ന ചിതാഭാസൻ പോയി പ്രകാശിപ്പിക്കുന്നു. ഏതുപോലെ? കണ്ണെന്ന പോലെ. കണ്ണ് വിഷയത്തെ കാണുന്നു. ഇവിടെ കണ്ണ് വിഷയത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ കേവലം കണ്ണാകുന്ന മാംസപിണ്ഡത്തിന് കാണാൻ പറ്റുമോ? ഇല്ല. കണ്ണാകുന്ന മാംസപിണ്ഡത്തിന് കാണാൻ പറ്റില്ല. ആ കണ്ണാകുന്ന മാംസപിണ്ഡത്തെ ഞാനാകുന്ന ചിതാഭാസൻ പ്രകാശിപ്പിക്കുമ്പോഴാണ് കണ്ണ് കാണുക എന്നുള്ളത്. അല്ലാതെ ഇല്ല. അപ്പോ അറിവ് കാണുകയില്ല താനെ.
കാണുകയില്ല താനെ, താനെ കണ്ണ് കാണില്ല. ഈ അറിവ് പിന്നാലെ പോയിട്ട് പ്രകാശിപ്പിക്കുന്നു. ഇവിടെ അറിവ് എന്ന് പറയുമ്പോൾ തൻ്റെ സ്വരൂപമാണെന്ന് മനസ്സിലാക്കണം, അല്ലാതെ വേറൊരു അറിവിനെ അല്ല പറയണത്. ഞാൻ ആര് എന്ന അന്വേഷണത്തിൽ എൻ്റെ സ്വരൂപം സംവിത് സ്വരൂപമാണ്. എൻ്റെ സ്വരൂപം സംവിത് സ്വരൂപമാണ്. സംവിത് എന്ന് പറഞ്ഞാൽ സമ്യക് വേത്തി, നല്ലപോലെ അറിയുന്ന സ്വരൂപമാണ് എൻ്റെത്. ഈ ഞാനാകുന്ന സംവിത് സ്വരൂപമാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളിലും ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകളിലും അത്യന്തം വിലക്ഷണങ്ങളോ വിപരീതങ്ങളോ ആയ അനുഭവങ്ങളെ അറിയുന്നത് ഞാനാകുന്ന സംവിത് സ്വരൂപമാണ്. ഈ സംവിത് സ്വരൂപത്തിന് ഒരിക്കലും നാശമില്ല, ക്ഷയമില്ല. ഈ സംവിത്തിനെയാണ് മലയാളത്തിൽ അറിവ് എന്ന് പറഞ്ഞത്. അപ്പൊ അറിവ് എന്താണ്? പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോലെ അറിവ് കാണുകയില്ല താനെ. അത് താനെ കാണില്ല, ഉപാധി വേണം. ഉപാധി താനെ കാണില്ല, ഞാനാകുന്ന ചിതാഭാസൻ വേണം. ഞാനാകുന്ന ചിതാഭാസനാണ്, ഞാനാകുന്ന ജ്ഞാനസ്വരൂപനാണ് കാണുന്നത്. നോക്കൂ, അപ്പൊ മുന്നേ കടന്ന് വിഷയം പ്രതി വൃത്തി മുന്നിൽ നിന്നിടും ആഭരണമാം തിര നീക്കിയിടുന്നു. വിഷയജ്ഞാനത്തിന് തടസ്സമായി നിൽക്കുന്ന തിരയെ, മറവിനെ ഈ ചിതാഭാസൻ നീക്കം ചെയ്യാം. എങ്ങനെയാണ് ആ പ്രക്രിയ? ആ പ്രക്രിയ വിഷയാകാരം അന്ധകരണത്തിൽ രൂപപ്പെടുകയും ആ വിഷയാകാരതയെ ഞാൻ പിന്നാലെ പോയി പ്രകാശിപ്പിക്കുകയുമാണ്. ഞാൻ പിന്നാലെ പോയി പ്രകാശിപ്പിക്കുക. നോക്കൂ, മുന്നേ കടന്നു വിഷയം പ്രതി. വിഷയം പ്രതി എന്ന് പറഞ്ഞാൽ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം പ്രതി. അപ്പോൾ ഓരോന്നിലും അതത് കരണത്തെയും കരണവ്യാപാരത്തെയും മനസ്സിലാക്കണം. പൊതുവെ മനുഷ്യനെ സംബന്ധിച്ച് പൊതുവെ പ്രബലമായ വൃത്തിവിശേഷം കാണുക എന്നുള്ളതാണ്. അതല്ല ആദ്യം പറയേണ്ടത് ശബ്ദമാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നാണ് ക്രമം. പഞ്ചഭൂതങ്ങളുടെ ക്രമം പറയുമ്പോൾ ആകാശമാണ് ആദ്യം പറയപ്പെടേണ്ടത്. എങ്കിൽ തന്നെയും നമ്മുടെ സാമാന്യ ലോകാനുഭവത്തിൽ നമ്മുടെ ഭൂരിഭാഗം അറിവുകളും ഈ കാണുന്നതിലൂടെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് പൊതുവെ നമ്മുടെ വ്യവഹാരത്തിൽ നമ്മൾ അങ്ങനെയാ പറയാറും ഇല്ലേ? കേട്ടു നോക്കൂ എന്ന് പറയാറില്ലേ? ഇല്ല, രുചിച്ചു നോക്കൂ. അതെങ്ങനെയാ രുചിച്ചു നോക്കുക? മണത്ത് നോക്കൂ. മണത്ത് നോക്കാൻ പറ്റുമോ? മണക്കാനല്ലേ പറ്റുമോ? അവിടെ നോക്കുക എന്നുള്ളത് വെറുതെയാണ്. മണക്കൂന്നേ പറയണ്ടു. നോക്കൂ, കേൾക്കൂ, രുചിക്കൂ, മണക്കൂ, സ്പർശിക്കൂ. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ ഒക്കെ ഒരു നോക്കൂ ചേർക്കും. സ്പർശിച്ചു നോക്കൂ. എന്താ കാരണം? വൃത്തിജ്ഞാനങ്ങളിൽ നമ്മൾ അറിയുന്ന ലോകം പ്രായേണ ദൃശ്യപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതൊക്കെ ഒരു നോക്കുക എന്നുള്ളതുമായി നമ്മൾ ബന്ധിപ്പിക്കും. അങ്ങനെയാണത് വരുന്നത്. ആ പ്രയോഗത്തെ നമ്മൾ തള്ളിക്കളയണ്ട, അവിടെ ഇരിക്കട്ടെ, വിരോധമില്ല. പക്ഷേ അല്പം ചിന്തിച്ചാൽ മനസ്സിലാവും അതിൽ വലിയ അർത്ഥമില്ല എന്നുള്ളത്. കേട്ടു നോക്കുക, അങ്ങനെ കേട്ടു നോക്കുക, മണത്ത് നോക്കുക, മണക്കാനേ പറ്റും. അപ്പം അവിടെയൊക്കെ അത് അന്വയിക്കുന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഈ ദൃശ്യപ്രധാനമാണ് നമ്മളുടെ ലോകം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇവിടെ വിഷയം പ്രതി എന്നുള്ളത് കാണുക, കേൾക്കുക, രുചിക്കുക, മണക്കുക എല്ലാം അവിടെ എടുത്തോളണം. ആ വിഷയത്തിന് നേർക്ക്
എന്തായി? ആ ശബ്ദം, ആ സ്പർശം, ആ രൂപം, ആ രസം, ആ ഗന്ധം അന്ധകരണത്തിൽ രൂപപ്പെട്ടു. ആ അന്ധകരണത്തിൽ രൂപപ്പെട്ട വിഷയാകാരതയെ മറയ്ക്കുന്ന ആവരണത്തെ നീക്കി. പിന്നീട് എന്താണ്? ഈ പിന്നീട് കാണും അറിവും പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോലെ അറിവ് കാണുകയില്ല താനേ. കണ്ണെന്ന പോലെ കണ്ണ് താനേ കാണുന്നില്ല എന്ന പോലെ ഈ അറിവ് താനേ കാണുകയല്ല, ഈ പ്രക്രിയയിലൂടെയാണ് വിഷയജ്ഞാനം ഉണ്ടാകുന്നത്. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇത് എപ്രകാരം വിഷയജ്ഞാനത്തിന് അനിവാര്യമാണോ അപ്രകാരം ആത്മബോധത്തിനും വൃത്തി അനിവാര്യമാണ്. അത് നേരത്തെ പറഞ്ഞു, വൃത്തിസ്ഥമാം അറിവ് എന്ന പ്രയോഗം. വൃത്തിസ്ഥമാം അറിവ്, ഈ വൃത്തിയിലൂടെയാണ് അറിയുന്നത്. ഇതാണ് ജ്ഞാനപ്രക്രിയ. നോക്കൂ, മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നീടുമാവരണമാം തിരതീക്കിടുന്നു. പിന്നീടു കാണും അറിവും പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോലെ അറിവ് കാണുകയില്ല താനേ. നല്ല സൂക്ഷ്മമായി വിചാരം ചെയ്യണം. ഈ ശ്ലോകം, ഈ അവസാനത്തെ 2 ശ്ലോകവും വാസ്തവത്തിൽ കുറച്ച് വിഷമാണ് മനസ്സിലാക്കാൻ. അത്ര ലാഘവത്തോടു കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നല്ല വിചാരം ചെയ്ത് ഗ്രഹിക്കേണ്ടതാണ്.